ജഗദീഷ് ചേട്ടാ, വീണ്ടും സ്വാഗതം. താങ്ക് യു വെരി മച്ച്. സന്തോഷം. ഇരിക്കൂ. ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ പരമ്പര, ഈ ഒരു പരിപാടി ആലോചിച്ച് തുടങ്ങി. ജഗദീഷ് ചേട്ടൻ വരുമ്പോൾ പറയണം, ജഗദീഷ് ചേട്ടൻ നമുക്ക് രണ്ടാമതാണ് ഈ എപ്പിസോഡിലേക്ക് വരുന്നത്. നെടുമുടി വേണു ചേട്ടൻ്റെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ ഓർക്കുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അതിലൊരു വലിയ അനുഭവം ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ വരുമ്പം പറയേണ്ടതായിട്ടുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു കത്ത് കിട്ടുക, പേപ്പറിൽ എഴുതിയിട്ട്, അത് പോസ്റ്റിലല്ല, പേപ്പറിൽ എഴുതിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരികയാണ് ചെയ്തത്. എനിക്കൊരു കത്ത് കിട്ടിയത് നെടുമുടി വേണുചേട്ടൻ്റെ ഭാര്യ അയച്ച കത്താണ്. നെടുമുടി വേണുചേട്ടൻ്റെ ഭാര്യ ഒരു ശീല ചേച്ചി ഒരു 3 പേജ് ഈ എപ്പിസോഡ് കണ്ട ശേഷം അവരത് മുഴുവൻ കണ്ടുവെന്നും വലിയ സന്തോഷം തോന്നി. കാരണം വേണുചേട്ടൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലൂടെയും തൊട്ട് തലോടിയാണ് ആ എപ്പിസോഡുകൾ പോയതെന്നും വളരെ വൈകാരികമായിട്ടൊരു കത്ത് അയച്ചിരുന്നു. ആ എപ്പിസോഡിൽ ജഗദീഷ് ചേട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വലിയ അനുഗ്രഹമായിരുന്നു. അത് ഈ ഒരു അവസരത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ജഗദീഷ് ചേട്ടൻ വീണ്ടും സ്വാഗതം. വളരെ സന്തോഷം രമേശേ. 3 സംവിധായകർ, 2 നടന്മാർ. അപ്പോൾ ഇവിടെ നമ്മൾ ഗുരുത്വം വേണം. അപ്പോൾ ആ രീതിയിൽ ഞാൻ തുടങ്ങുന്നത് എങ്ങനെയെന്ന് വെച്ചിരുന്നാൽ, ഒടുവിലേട്ടൻ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം നീലകണ്ഠനെ കുറിച്ച് പറയുന്നത്, മനസ്സിൽ ദൈവത്തെ പോലൊരു ചിത്രം സൂക്ഷിച്ചിട്ടുണ്ട്, അതെപ്പോഴും ഉണ്ട് എന്ന് പെരിങ്ങോടൻ പറയുന്നുണ്ട്. പെരിങ്ങോടൻ പറയുന്ന പോലെ നമ്മുടെ മനസ്സിലെല്ലാം ഒടുവിലാശാന്റെ ചിത്രമുണ്ട്. അതാർക്കും മായ്ക്കാൻ കഴിയില്ല. നമുക്ക് കണ്ണടച്ചാൽ ഒടുവിലാശാന്റെ കുറേ വേഷങ്ങൾ, ആ വേഷങ്ങൾ ഇങ്ങനെ മിന്നിമറയും. അല്ലെ, ജോസ് തോമസിന്റെ മനസ്സിൽ മിന്നിമറയുന്ന ചില വേഷങ്ങളുണ്ടാവും, സേനന്റെ മനസ്സിലുണ്ടാവും, മെക്കാറ്റിന്റെ മനസ്സിലുണ്ടാവും. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എനിക്ക് ഏറ്റവും ഫീലിംഗ് തോന്നുന്നത് വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരി സന്ദബഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയവിടെ. വേറെ ഒന്നും പറയാനില്ല. ആശാനെ, ആശാൻ മുകളിലിരുന്നതൊക്കെ കാണുന്നുണ്ട്. ആശാൻ എന്തൊക്കെ സംഭാവന നൽകിയിട്ടുണ്ട്. സംഗീതത്തെക്കുറിച്ചാണ് ഇവിടെ തുടങ്ങിയത്, ഇല്ലേ? അല്ല, ഞാൻ കൃത്യം ഇപ്പം രാജസേന സാറിന് ഒരു കച്ചേരിയുടെ കാര്യം പറഞ്ഞു, ഹാർമോണിയം എടുത്ത് രാത്രി പാടുന്ന കാര്യം പറഞ്ഞു. പാട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ജഗദീഷ് ചേട്ടനെ പറഞ്ഞത്. ഈ പാട്ട് കൃത്യമായിട്ട് അദ്ദേഹം അത്ര അധികം പാട്ടിനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. പാട്ട് ഇപ്പൊ രാഗം ഉൾപ്പെടെ സംഗീതം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാകും. സംഗീത ബോധം ഉണ്ടാവുക എന്ന് പറയുന്നത് മറ്റൊന്നാണ്, ഈ പറഞ്ഞ ഗണത്തിൽപ്പെട്ട ഒന്നല്ല. അതിപ്പം ഒരു മേളത്തിന്റെ ഒക്കെ ഒരാളുടെ ശരീരഭാഷ എൻ്റെ ഒരു ഓർമ്മയിൽ ഇപ്പം തൂവൽ കൊട്ടാരം എന്ന് പറയുന്ന സിനിമയിലെ ഒരു രംഗം ഞാൻ ഓർക്കുകയാണ്. കാരണം മഞ്ജു വാര്യരുടെ അച്ഛനാണ് മുരളിയേട്ടൻ, സുകന്യയുടെ അച്ഛനാണ് ഒടുവിലേട്ടൻ. അപ്പം ആ സിനിമയിൽ ഈ മഞ്ജു വാര്യർക്ക് വേണ്ടി ജയറാമേട്ടനെ ഒരു പാറപ്പുറത്ത് കൊണ്ട് നിർത്തിയിട്ട് കുറേ നേരം മുരളിയേട്ടൻ ഒരു വലിയ ഡയലോഗ് പറഞ്ഞ ശേഷം സെന്റിമെന്റ്സ് ആയിട്ട് ഇതൊരു അച്ഛന്റെ അപേക്ഷയാണ്, സുകന്യ മാറിക്കൊടുക്കണം എന്ന് പറയുന്ന സീനാണ്. അച്ഛന്റെ അപേക്ഷയാണെന്ന് പറയുമ്പോൾ ഞാനും ഒരു അച്ഛനാണെന്ന് തമ്പുരാൻ ഓർക്കണം, ഒരൊറ്റ വരിയാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാർ തിരിച്ചു പറയുന്നത്. അതിനുശേഷം ഈ ദുഃഖം ഒരു അമ്പലത്തിന് മുന്നിൽ നിന്ന് ചെണ്ട അടിക്കുന്ന ഒരു സീന്, ഡയലോഗുകളില്ല, വേറെ റീറെക്കോർഡിങ്ങളില്ല, അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് കൊട്ടുന്ന ഒരു സീനുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഈ പറഞ്ഞെടുത്തുന്നെല്ലാം ഒരു തികഞ്ഞ ആക്ടർ എന്നുള്ളൊരു നിലയിലേക്ക് കാരണം കൊട്ടുമ്പോൾ വെയിറ്റ് ഉണ്ട്. ഈ ഇതിനെല്ലാം ചെയ്യുന്ന സീനുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ. ഞാനിപ്പോൾ പറഞ്ഞപ്പം അല്ല, അത് പറയുമ്പോ ഇത് കണ്ട അവാർഡ് കമ്മിറ്റി എങ്ങനെ അവാർഡ് കൊടുക്കാതിരിക്കും? അതുകൊണ്ടാണ് കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ മികച്ച സപ്പോർട്ടിംഗ് ആക്ടർ എന്നുള്ള അവാർഡ് തൂവൽ കൊട്ടാരത്തിലെ ഈ പെർഫോമൻസിന് കിട്ടിയത്, കഥാപാത്രത്തിന് കിട്ടുന്നത്. മനസ്സിലായി? ഇതേപോലെ തന്നെ കഥാപുരുഷൻ എന്ന അടൂർ സാറിന്റെ ചിത്രത്തില് മികച്ച സപ്പോർട്ടിംഗ് ആക്ടറുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. മികച്ച ആക്ടറുടെ അവാർഡ് നിഴൽക്കുത്ത് എന്ന ചിത്രത്തിൽ ആരാച്ചാർ കാളിയപ്പന്റെ കഥാപാത്രം. ഈ ആരാച്ചാർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നൊന്നും ഒടുവിലാശാൻ കണ്ടിട്ടില്ല. നമ്മൾ ആരും കണ്ടിട്ടില്ല. നമ്മുടെ സമൂഹത്തിലുള്ള ഒരു കഥാപാത്രം അല്ല. പക്ഷേ നമ്മൾ കണ്ടാൽ അതിന്റെ ഈ ആരാച്ചാരുടെ മനസ്സിലുള്ള ആ വ്യഥ, പിന്നെ ആരാച്ചാർ ഒരു എല്ലാം അനുഷ്ഠിക്കുന്ന രീതിയിൽ ഈ കർമ്മം പോലും ദൈവത്തിൻ്റെ നിയോഗമാണെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന രീതിയിൽ ഒരു പൂജാകർമ്മങ്ങളൊക്കെ നടത്തി ഈ കർമ്മം ചെയ്യുന്നതിന് മുമ്പ്, ഇങ്ങനെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് ആ ചെയ്യുന്ന കാര്യങ്ങൾ, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, മകനോടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഒടുവിൽ ആശാനല്ലാതെ ആരെ കൊണ്ടും പറ്റില്ല എന്ന് അടൂർ സാറിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം
ഒടുവിലാശാൻ്റെ പ്രതിഭ തന്നെയാണ്.